നമസ്കാരം. സിറ്റിവിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സംസ്ഥാനം തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക്. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. ഏപ്രിൽ 9 വോട്ടെടുപ്പും മെയ് 4 വോട്ടെണ്ണലും നടക്കും. ഇടുക്കിയിൽ നടക്കുന്നത് അപ്രഖ്യാപിത കുടിയിറക്കം എന്ന ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്. LDF സർക്കാരിന്റെ നയം മൂലം യുവാക്കൾ നാടുവിടുന്നു. അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ശനിയാഴ്ച പോസ്റ്റ്മോർട്ടവുമായി ബന്ധപ്പെട്ടുണ്ടായ വിഷയത്തിൽ പ്രതികരണവുമായി അഡ്വക്കേറ്റ് A. രാജ MLA. മൂന്നാർ പോതമേട് വ്യൂ പോയിന്റിൽ സഞ്ചാരികൾക്ക് അടിസ്ഥാന സൗകര്യമൊരുക്കുകയെന്ന ലക്ഷ്യത്തോടെ പള്ളിവാസൽ പഞ്ചായത്ത് നിർമ്മിച്ച ടേക്ക് എ ബ്രേക്ക് പദ്ധതി പ്രവർത്തനരഹിതം. വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാനം തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക്. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. ഏപ്രിൽ 9 വോട്ടെടുപ്പും മെയ് 4 വോട്ടെണ്ണലും നടക്കും. തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ കരുനീക്കങ്ങളുമായി രാഷ്ട്രീയ പാർട്ടികളും സജീവമായി രംഗത്തെത്തി. വിവരങ്ങളുമായി ഷിനു വളകോട് ചേരുന്നു. ഷിനു, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുന്നേ പ്രചാരണ രംഗം ചൂടുപിടിച്ച ജില്ലയാണ് ഇടുക്കി. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ഇന്ന് തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചതിനൊപ്പം കേരളവും കാലാവസ്ഥയ്ക്കൊപ്പം കടുത്ത തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷമായി ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട ഭരണം നിലനിർത്തുവാൻ UDF-ഉം അതെങ്ങനെയും നിലനിർത്തുവാൻ LDF-ഉം കളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞു. ഏറ്റവും ശക്തരായ സ്ഥാനാർത്ഥികളെ തന്നെ അണിനിരത്തിയാവും ഇത്തവണ രണ്ട് മുന്നണികളും പോരാട്ടത്തിനെത്തുക. അതോടൊപ്പം തന്നെ NDA-യും മാക്സിമം വോട്ട് ശേഖരിക്കുവാൻ കളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞു. ഇതിപ്പോ ഇടുക്കി ജില്ലയിലെ കുറിച്ച് പറയുകയാണെങ്കിൽ 5 നിയമസഭാ മണ്ഡലങ്ങളിൽ തൊടുപുഴ ഒഴിച്ച് ബാക്കി 4 മണ്ഡലങ്ങളും ഇടതുപക്ഷത്തിനൊപ്പമാണ് നിലവിൽ ഉള്ളത്. അതെങ്ങനെയും തിരിച്ചുപിടിക്കുവാൻ UDF ശക്തരായ സ്ഥാനാർത്ഥികളെ തന്നെ കളത്തിലിറക്കുമെന്നാണ് അറിയുവാൻ കഴിഞ്ഞത്. ഇടതുപക്ഷത്ത് എല്ലാ നിയോജക മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായി അവർ പോസ്റ്റർ പ്രചരണത്തിലേക്കും മറ്റും ഇറങ്ങിക്കഴിഞ്ഞു. എന്നാൽ UDF-ല് ഇതുവരെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാകുന്ന സാഹചര്യത്തിലല്ല നിലവിലുള്ളത്. എല്ലാ മണ്ഡലങ്ങളിലും 3ഉം 4ഉം സ്ഥാനാർത്ഥികളാണ് UDF-ൽ നിലവിൽ ഉള്ളത്. ഇതോടൊപ്പം തന്നെ പലവിധ പ്രശ്നങ്ങളും UDF-ൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസമാണ് I ഗ്രൂപ്പിന്റെ ഏറ്റവും സീനിയറായ നേതാവ് KJ കുട്ടിയച്ചൻ, അപ്പോൾ DCC വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന KJ കുട്ടിയച്ചൻ A ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ MP-യുടെ നേതൃത്വം തങ്ങളെ അവഗണിക്കുന്നു എന്ന് പരാതി പറഞ്ഞുകൊണ്ട് മുമ്പോട്ട് വന്നത്. എന്തായാലും ഈ വരും ദിവസങ്ങളിൽ ഇടുക്കി ജില്ലയിലെ കാഴ്ചകൾ നമ്മൾ കാത്തിരുന്ന് കാണുവാൻ തന്നെ സാധിക്കുകയുള്ളൂ. ഇടുക്കിയിൽ നടക്കുന്നത് അപ്രഖ്യാപിത കുടിയിറക്കം എന്ന ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്. LDF സർക്കാരിന്റെ നയം മൂലം യുവാക്കൾ നാടുവിടുന്നു. 1.5 മാസത്തിനിടെ മന്ത്രി റോഷി അഗസ്റ്റിന്റെ നേതൃത്വത്തിൽ നിരവധി തട്ടിപ്പ് ഉത്തരവുകൾ പുറത്തിറക്കി ഇടുക്കിയിലെ ജനങ്ങളെ വഞ്ചിച്ച LDF സർക്കാരിനെ ജനങ്ങൾ തൂത്തെറിയും. 5 മണ്ഡലങ്ങളിലും UDF വിജയിക്കുമെന്നും ഡീൻ കുര്യാക്കോസ് MP കട്ടപ്പനയിൽ പറഞ്ഞു. ഇടതുപക്ഷ ഗവൺമെന്റ് ഈ നാടിനോട് കാണിച്ചിട്ടുള്ള കൊടുംചതികളുടെ പേരിൽ ഈ നാട് ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദുരിതം എന്തെന്ന് ചോദിച്ചാൽ ഈ നാട്ടിൽ ഒരു ചെറുപ്പക്കാരൻ പോലും ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. ഈ ഇതപര്യന്തമുള്ള ഈ നാടിന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ഇപ്പോൾ അപ്രഖ്യാപിത കുടിയിറക്കാണ് ഇടുക്കി ജില്ലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആരാണ് ഇതിന്റെ ഉത്തരവാദി? ഇടതുപക്ഷ ഗവൺമെന്റാണ് ഉത്തരവാദി. എത്രയോ ചെറുപ്പക്കാർ ഈ നാട് വിട്ടുപോയി. എത്രയോ ആളുകൾ, കാരണവന്മാർ, അവർ മണ്ണ് പൊന്നാക്കി ഈ നാടിനെ സ്വർഗ സമാനമാക്കി മാറ്റിയതാണ്. പക്ഷെ ആ മാതാപിതാക്കളെ ഉൾപ്പെടെ ഇന്നത്തെ ചെറുപ്പക്കാർ ഈ നാട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ടുപോവുകയാണ്. ഇതിന്റെ ഉത്തരവാദി എന്ന് പറയുന്ന പിണറായി വിജയൻ, ഈ ഗവൺമെന്റുമാണ്. ഈ നാടിനോട് ചെയ്തിട്ടുള്ള കൊടും വഞ്ചനയും ഈ നാട്ടിന് ഇത്രയും വലിയ ഭൂപ്രശ്നങ്ങൾ സൃഷ്ടിച്ച് ഈ നാട്ടിൽ ജീവിക്കാൻ വയ്യാത്ത ഒരു പ്രതിസന്ധി ഉണ്ടാക്കി ഇവർ ഈ വിധത്തിലുള്ള പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചത്. വന്യമൃഗ ശല്യം എവിടെ എത്തി? എത്രയോ മേഖലകളിലാണ് വന്യമൃഗ ഇത്രയും രൂക്ഷമായ ഒരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ടോ? എന്ന് വെച്ചാൽ പുതിയ റിസർവ് ഫോറസ്റ്റുകൾ പ്രഖ്യാപിച്ചു. എത്ര റിസർവ് ഫോറസ്റ്റ് ആണ് പുതിയതായിട്ട് പ്രഖ്യാപിച്ചത്? ഏറ്റവും അവസാനം സത്രം എയർ സ്ട്രിപ്പിന്റെ പണി തുടങ്ങിയപ്പോൾ അവിടെ വനമല്ലായിരുന്നു. പക്ഷെ പണി പൂർത്തീകരിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ വനമാക്കി പ്രഖ്യാപിച്ച ഗവൺമെന്റാണ്. ആ ചുറ്റുപാടിൽ ഇപ്പോ വീട് വെച്ച് താമസിക്കുന്ന ലൈഫ് ഭവന പദ്ധതി എന്ന് പറയുന്ന സർക്കാരിന്റെ പദ്ധതിയിൽ തന്നെ വീട് വെച്ച് താമസിക്കുന്ന 100-ലധികം ആളുകൾ വനത്തിലാണ് താമസിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ വനഭൂമി പുതിയതായി പ്രഖ്യാപിച്ചു. ഇപ്പൊ വാഗമൺ, കോലാഹലമേട് എന്ന് വേണ്ട കുമിളി, പറയപ്പെടുന്ന സത്രം മേഖലയിൽ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ, പെരിയാർ ടൈഗർ റിസർവിന്റെ മറ്റു ഭാഗങ്ങൾ, അവിടെയെല്ലാം പുതിയ വനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ജനവാസ മേഖലകളിൽ. ചിന്നക്കനാല്, സൂര്യനെല്ലി, ചെങ്കുളം, കുടയത്തൂര്,
ഇങ്ങനെ എത്രയോ പ്രദേശങ്ങളിൽ ഇവർ വനഭൂമിയാക്കി പ്രഖ്യാപിച്ചു. ഇത്രയും കൂടുതൽ വനവിസ്തൃതി എന്തിനാണ് ഇവിടെ ഉണ്ടാക്കേണ്ടത്? അല്ലെങ്കിൽ തന്നെ വനമാണ് ഈ മേഖല മുഴുവൻ. നമ്മുടെ ശാന്തമ്പാറ പഞ്ചായത്ത് അവിടെ എന്താണ് ബഫർ സോൺ പ്രഖ്യാപിച്ച് അന്തിമ വിജ്ഞാപനം പുറപ്പെടുവിച്ചു. എം എം മണിയുടെ നിയോജകമണ്ഡലമാണ്. അവിടെ കേരള സംസ്ഥാനത്ത് എവിടെയെങ്കിലും ബഫർ സോൺ അന്തിമ വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുണ്ട് എങ്കിൽ അത് മതികെട്ടാൻ ചോലയിലാണ്. ഇപ്പൊ ഈ അടുത്ത ദിവസം മംഗളവനത്ത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് 0 ബഫർ സോൺ ആക്കിയിട്ടാണ് പ്രഖ്യാപിച്ചത്. കാരണം അത് അവർക്ക് ആവശ്യമുണ്ട്. എന്താണ്, തൊട്ടപ്പുറം ഹൈക്കോടതിയും എറണാകുളം ടൗണാണ്. അപ്പൊ അവിടെ അതിന്റെ അന്തിമ വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുണ്ട്, നല്ലത് തന്നെ. പക്ഷേ മതികെട്ടാൻ ചോലയിൽ ബഫർ സോൺ പ്രഖ്യാപിക്കുമ്പോൾ 1.5 കിലോമീറ്റർ ജനവാസ കേന്ദ്രങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ബഫർ സോൺ പ്രഖ്യാപിച്ചു ഈ ഗവൺമെന്റ്. വിജ്ഞാപന ഫൈനൽ നോട്ടിഫിക്കേഷൻ വന്നു. ഇങ്ങനെ എത്ര കാര്യങ്ങൾ ഈ നാടിനെ ഏറ്റവും കൂടുതൽ വഞ്ചിച്ചതായ ഈ ഗവൺമെന്റിനെ തൂത്തെറിയുന്നതിന് വേണ്ടി 5 നിയോജക മണ്ഡലങ്ങളിലും ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിമാർ ആരായാലും അവർ വിജയിച്ചു വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് സമാനമായ എന്നല്ല, അതിനേക്കാൾ മികച്ച റിസൾട്ടാണ് ഞങ്ങൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 5 അസംബ്ലി മണ്ഡലങ്ങളിലും പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും ഐക്യജനാധിപത്യ മുന്നണിയുടെ ഒരു ഭരണകൂടം കേരളത്തിൽ അധികാരത്തിൽ വരുമെന്നും ഇപ്പോ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അസന്നിഗ്ധമായി ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ അത് 1, 2, 3, 4, 5 എന്ന് ക്രമത്തിൽ തന്നെ കൃത്യമായി വിവരിച്ചിട്ടുണ്ട്. ഇത് ഞങ്ങൾ പരിഹരിക്കും. ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പട്ടയ വിതരണം തടസ്സപ്പെട്ടത് ഞങ്ങൾ പുനരാരംഭിക്കും. ഇവിടെ ഉപാധിരഹിത പട്ടയം അത് കൃത്യമായി സർവ്വസ്വതന്ത്രമായി ഉപയോഗിക്കത്തക്ക വിധത്തിൽ അത് പ്രദാനം ചെയ്യും. അതോടൊപ്പം തന്നെ വളരെ കൃത്യമായി ക്രമവൽക്കരണത്തിന് ഫീസ് ഏർപ്പെടുത്തില്ല. ഇതെല്ലാം കൃത്യമായി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഇതെല്ലാം UDF നടപ്പിലാക്കുക തന്നെ ചെയ്യും. UDFന്റെ മുഴുവൻ സ്ഥാനാർത്ഥിമാരായ ആരായാലും ഇപ്പോൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ സ്ഥാനാർത്ഥിമാർ ഇപ്പൊ കഴിഞ്ഞ ഒരു 1.5 മാസക്കാലമായി കുറെ തട്ടിപ്പ് ഉത്തരവുകളാണ് ഈ ഗവൺമെന്റ് ജില്ലയിൽ നിന്നുള്ള മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിന്റെ നേതൃത്വത്തിൽ പുറത്തിറക്കിയിട്ടുള്ളത്. ഇന്നലെയും ഒരു ഉത്തരവ് പുറത്തു വന്നു, നമ്മൾ കണ്ടു. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളെ പറഞ്ഞു വഞ്ചിക്കുക എന്നുള്ളത് മാത്രമാണ്. വളരെ നാളുകളായി, വർഷങ്ങളായി നമ്മുടെ ജില്ലയിൽ തുടർന്നു വരുന്ന പലതരത്തിലുള്ള പ്രതിസന്ധികൾ അതെല്ലാം ഈ ഗവൺമെന്റ് സൃഷ്ടിച്ചെടുത്തവയാണ്. അതിൽ ഏറ്റവും മർമ്മപ്രധാനമായ കാര്യങ്ങൾ പട്ടയ വിതരണം തടസ്സപ്പെട്ടതാണ്. അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ശനിയാഴ്ച പോസ്റ്റ്മോർട്ടവുമായി ബന്ധപ്പെട്ടുണ്ടായ വിഷയത്തിൽ പ്രതികരണവുമായി അഡ്വക്കേറ്റ് എ രാജ MLA. കാന്തല്ലൂരിൽ വെള്ളിയാഴ്ച മുങ്ങി മരിച്ച 2 കുട്ടികളുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ മറയൂർ CHCയിൽ വെച്ച് നടത്തണമെന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് മെഡിക്കൽ ടീമിനെ നിശ്ചയിച്ച് ശനിയാഴ്ച രാവിലെ അടിമാലിയിൽ നിന്നും മെഡിക്കൽ ടീം മറയൂരിലേക്ക് പോയതെന്ന് MLA മൂന്നാറിൽ പറഞ്ഞു. രാഷ്ട്രീയ മുതലെടുപ്പിനായി വിഷയത്തിൽ ചിലരുടെ നാടകമാണ് ഇന്നലെ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ നടന്നതെന്നും എ രാജ MLA കുറ്റപ്പെടുത്തി. കാന്തല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ മൂവിൽക്കടവിൽ 2 ചെറുപ്പക്കാരായിട്ടുള്ള യുവാക്കൾ കുളിക്കാൻ പോയ സ്ഥലത്ത് മരണപ്പെടുകയുണ്ടായി. വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുടുംബത്തിലുള്ള 2 കുട്ടികളാണ്. നാടിൻ്റെ പൊതുവികാരം എന്നുള്ള നിലയ്ക്ക് അവിടെ ഈ മരിച്ച കുട്ടികളെ മറയൂർ CHC മോർച്ചറിയിൽ പോസ്റ്റ്മോർട്ടം നടത്തണമെന്ന് തീരുമാനിക്കുകയും ഞാൻ തന്നെ ജില്ലാ കളക്ടറോടും DMOയോടും ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഒരു മെഡിക്കൽ ടീമിനെ അവർ നിശ്ചയിച്ച് അത് മറയൂരിലേക്ക് അയച്ചുവിട്ടത്. ഇതുപോലെ ഇതിനു മുമ്പും പല കേസുകളിലും ഇങ്ങനെ പ്രത്യേകമായി പോസ്റ്റ്മോർട്ടം നടത്തുന്നതിന് വേണ്ടി സർക്കാർ തീരുമാനിച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അടിമാലിയിൽ ഉണ്ടായ പ്രശ്നം എന്ന് പറയുന്നത്, അടിമാലിയിൽ അവിടെ മരിച്ചു കിടക്കുന്ന ആളെ പോസ്റ്റ്മോർട്ടം ചെയ്യണം, എല്ലാവർക്കും ഒരു തർക്കമില്ല. പക്ഷേ അടിമാലിയെ സംബന്ധിച്ചിടത്തോളം അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ഒരു ദിവസം 1000 മുതൽ 1300ഓളം ആളുകൾ OPയിലേക്ക് എത്തുകയാണ്. OPയിൽ അവർ ഡോക്ടർമാർ മറ്റ് രോഗികളെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്, അവിടെ ഉള്ള ഡോക്ടർമാർ. അത് കഴിഞ്ഞതിന് ശേഷം അവർ ചെയ്യുന്നതിന് വേണ്ടി തയ്യാറായി നിൽക്കുമ്പോഴാണ് അവിടെ ചില ആളുകൾ രാഷ്ട്രീയ വൈരാഗ്യം പിടിക്കുന്നതിന് ആവശ്യമായിട്ട് അവിടെ വന്നിട്ട് ചില നാടകം കളിക്കുന്നതാണ് ഇന്ന് കണ്ടിട്ടുള്ളത്. അപ്പോൾ അവർ ചെയ്യാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന ആളുകളാണ്. പക്ഷേ അതിനു മുമ്പ് തന്നെ അവർ ഡോക്ടർമാരില്ല, ആശുപത്രി മോശമാണ് എന്നുള്ള നിലയ്ക്കെല്ലാം അവിടെ ഇന്ന് കാട്ടിക്കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും ഇപ്പോൾ മറയൂർ കാന്തല്ലൂരിൽ നിന്ന് ഒരാൾ ഇവിടെ വന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത് തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ കിലോമീറ്റർ കണക്ക് അവർ യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിഞ്ഞു എന്ന സന്തോഷത്തോടെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. മുൻകാലങ്ങളെക്കാൾ 10 മടങ്ങ് വിജയം ഇത്തവണ ഇടുക്കിയിൽ ഉണ്ടാകുമെന്നും അദ്ദേഹം കട്ടപ്പനയിൽ പറഞ്ഞു. ഇത്രയും സന്തോഷത്തോടു കൂടി ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള അവസരം എനിക്ക് ഇടുക്കിയിൽ ലഭിച്ചിട്ടില്ല. ഒട്ടേറെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും എല്ലാം പൂർണ്ണമാക്കാൻ കഴിയാത്ത അന്തരീക്ഷത്തിൽ ജനസഹകരണം തേടിയാണ്
കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളൊക്കെ തന്നെയും നേരിടേണ്ടി വന്നത്. എന്നാൽ ഭൂരിപക്ഷ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാനൊരു തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. തെരഞ്ഞെടുപ്പ് പ്രവർത്തന രംഗത്തേക്ക് പാർട്ടിയുടെ നിർദ്ദേശാനുസരണവും മുന്നണിയുടെ നിർദ്ദേശാനുസരണവും ഇറങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നത്. പാർട്ടി ചെയർമാൻ ശ്രീ ജോസ് കെ മാണി കട്ടപ്പനയിൽ വെച്ചാണ് പാർട്ടിയുടെ തീരുമാനം എന്ന നിലയിൽ ഇടുക്കി കോർപ്പറേഷൻ തന്നെയായിരിക്കും മത്സരിക്കുന്നതെന്ന് അറിയിച്ചത്. എന്നാൽ ഔദ്യോഗികമായ പ്രഖ്യാപനം മുന്നണിയുടെ നേതൃത്വത്തിൽ രൂപപ്പെട്ടു വന്നു കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തേക്കുള്ള തുടക്കങ്ങൾക്ക് തുടക്കം കുറിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടുക്കി ജില്ലയിൽ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ പൂർത്തിയാക്കി BDJS. ഹൈറേഞ്ചിലെ കരുത്തുറ്റ മണ്ഡലങ്ങളിൽ പ്രമുഖ നേതാക്കളെ തന്നെ അണിനിരത്താനാണ് പാർട്ടി തീരുമാനം. ഉടുമ്പൻചോലയിൽ വനിതാ പ്രതിനിധിയെ പരിഗണിക്കുമ്പോൾ ഇടുക്കി മണ്ഡലത്തിൽ SNDP മലനാട് യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ, BDJS ജില്ലാ പ്രസിഡന്റ് പ്രതീഷ് പ്രഭ എന്നിവർക്ക് സാധ്യത. ഇടുക്കി ജില്ലയിലെ BDJS സ്ഥാനാർത്ഥി പട്ടികയിൽ ഏകദേശ ധാരണയിലേക്ക് എത്തിയിരിക്കുകയാണ് നേതൃത്വം. LDFന്റെയും UDFന്റെയും കോട്ടകളിൽ വിള്ളൽ വീഴ്ത്താൻ ലക്ഷ്യമിട്ട് വമ്പൻ പേരുകളാണ് BDJS പരിഗണിക്കുന്നത്. സ്പൈസ് ബോർഡ് ചെയർപേഴ്സണും BDJS സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ സംഗീത വിശ്വനാഥനെയാണ് ഉടുമ്പൻചോല മണ്ഡലത്തിൽ പരിഗണിക്കുന്നത്. മുമ്പ് ഇടുക്കി നിയമസഭാ മണ്ഡലത്തിലേക്കും ലോക്സഭയിലേക്കും മത്സരിച്ച മുൻപരിചയം സംഗീത വിശ്വനാഥനുണ്ട്. ജില്ലയിൽ സജീവമുഖമായ സംഗീത വിശ്വനാഥന് ഉടുമ്പൻചോലയിൽ വലിയ നേട്ടമുണ്ടാക്കാനാകുമെന്നാണ് നേതൃത്വത്തിന്റെ പ്രതീക്ഷ. ജില്ലാ ആസ്ഥാനം ഉൾപ്പെടുന്ന ഇടുക്കി മണ്ഡലത്തിൽ BDJS ജില്ലാ പ്രസിഡന്റ് പ്രതീഷ് പ്രഭ, SNDP മലനാട് യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ എന്നിവരുടെ പേരുകൾക്കാണ് മുൻഗണന. സംഘടനാരംഗത്തെ മികവും പ്രാദേശിക സ്വാധീനവും പരിഗണിച്ചാണ് ഈ പേരുകൾ ഉയർന്നുവന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ വോട്ട് കണക്കുകൾ BDJSന് വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത്. 2016-ൽ ഇടുക്കി മണ്ഡലത്തിൽ നിന്നും മത്സരിച്ച ബിജു മാധവൻ 27,000-ലധികം വോട്ടുകൾ നേടി കരുത്തു തെളിയിച്ചിരുന്നു. അന്തിമ പട്ടികയ്ക്ക് സംസ്ഥാന നേതൃത്വം പച്ചക്കൊടി കാട്ടുന്നതോടെ ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടാകും. വരും ദിവസങ്ങളിൽ മണ്ഡലങ്ങളിൽ പ്രചാരണ പ്രവർത്തനങ്ങൾ ശക്തമാക്കാനാണ് ജില്ലാ നേതൃത്വത്തിന്റെ നീക്കം. സിറ്റി വിഷൻ നെടുഞ്ഞണ്ടം. മൂന്നാർ പോതമേട് വ്യൂ പോയിന്റിൽ സഞ്ചാരികൾക്ക് അടിസ്ഥാന സൗകര്യം ഒരുക്കുകയെന്ന ലക്ഷ്യത്തോടെ പള്ളിവാസൽ പഞ്ചായത്ത് നിർമ്മിച്ച ടേക്ക് എ ബ്രേക്ക് പദ്ധതി പ്രവർത്തനരഹിതം. അടഞ്ഞുകിടക്കുന്ന ടേക്ക് എ ബ്രേക്ക് കെട്ടിടത്തിന്റെ പിൻഭാഗത്തെ വാതിലും മറ്റും സാമൂഹ്യവിരുദ്ധർ തകർത്ത നിലയിലാണ്. നിലവിലെ സാഹചര്യത്തിൽ അറ്റകുറ്റപ്പണികൾ നടത്താതെ പദ്ധതി തുറന്ന് പ്രവർത്തിപ്പിക്കുക സാധ്യമല്ലെന്നും ഇതിനായി പഞ്ചായത്ത് ഭരണസമിതിയുടെ ഇടപെടലുണ്ടാകുമെന്നും പള്ളിവാസൽ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിദ്ധാർത്ഥ് സി പറഞ്ഞു. മൂന്നാറിലെത്തുന്ന സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രങ്ങളിലൊന്നാണ് പോതമേട് വ്യൂ പോയിന്റ്. ഇവിടേക്കെത്തുന്ന സഞ്ചാരികൾക്ക് അടിസ്ഥാന സൗകര്യമൊരുക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് പള്ളിവാസൽ പഞ്ചായത്ത് മുൻ ഭരണസമിതി പോതമേട്ടിൽ ടേക്ക് എ ബ്രേക്ക് പദ്ധതി നിർമ്മിച്ചത്. കോട്ടയുടെ മാതൃകയിൽ രൂപകൽപ്പന ചെയ്ത് 28 ലക്ഷം രൂപ മുതൽ മുടക്കിയായിരുന്നു പദ്ധതി പൂർത്തീകരിച്ചത്. ശുചിമുറി, കഫേ, വിശ്രമകേന്ദ്രം, വാച്ച് ടവർ എന്നിവ ഉൾപ്പെടുന്ന പദ്ധതി തദ്ദേശ സ്വയം ഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് നേരിട്ടെത്തി ഉദ്ഘാടനം നടത്തുകയും ചെയ്തു. എന്നാൽ നിലവിൽ ഈ ടേക്ക് എ ബ്രേക്ക് പദ്ധതി അടഞ്ഞുകിടക്കുകയാണ്. നിശ്ചിത തുക ഈടാക്കി സ്വകാര്യ വ്യക്തികൾക്ക് നടത്തിപ്പവകാശം നൽകി പദ്ധതി മുമ്പോട്ടു കൊണ്ടുപോകാനായിരുന്നു ലക്ഷ്യം വെച്ചിരുന്നത്. പലപ്പോഴായി 3 പേർ ഇത്തരത്തിൽ പദ്ധതിയുടെ നടത്തിപ്പ് ചുമതല ഏറ്റെടുത്തെങ്കിലും വിവിധ കാരണങ്ങളാൽ നടത്തിപ്പേറ്റെടുത്തവർ ഇതിൽ നിന്നും പിന്നോക്കം പോകുന്ന സാഹചര്യമുണ്ടായെന്നാണ് വിഷയത്തിൽ ഇപ്പോഴത്തെ ഭരണസമിതിയുടെ വിശദീകരണം. എല്ലാവർക്കും നമസ്കാരം. പള്ളിവാസൽ ഗ്രാമപഞ്ചായത്തിൽ ബോധമേടുന്ന സ്ഥലത്തിൽ നമ്മൾ ടേക്ക് എ ബ്രേക്ക് എന്ന് പറഞ്ഞ് കഴിഞ്ഞ ഭരണസമിതി ഒരു ബിൽഡിംഗ് നിർമ്മിച്ചായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് നിലവിൽ ഉപയോഗശൂന്യമായിട്ടും സാമൂഹ്യ വിരുദ്ധികൾ പുറയിലുള്ള ബാത്റൂമിയും ഇവിടെ വന്ന് ആവശ്യമില്ലാത്ത പരിപാടിയും വെല്ലടിക്കും, അതുപോലെ കുറേ പ്രശ്നമൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുക. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇതിന് ലേലം വിളിച്ച ആൾക്കാർ ഇതിനെ മുൻപോട്ട് കൊണ്ടുപോകാതും ഇത് നോക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നു. കാരണം ഇവിടുത്തെ പണികളൊന്നും തീർത്തില്ല. ഇതുപോലെ മോട്ടറിൻ്റെ പ്രശ്നമുണ്ട്, കുടിവെള്ളത്തിൻ്റെ പ്രശ്നമുണ്ട്, അതല്ലാതെ വയറിങ്ങിൻ്റെ പ്രശ്നമുണ്ട്. അങ്ങനെ കുറേ പ്രശ്നമുള്ളതുകൊണ്ടാണ് അവർ അത് നിർത്തിയിട്ട് പോയി. പദ്ധതിയുമായി ബന്ധപ്പെട്ട് ചില അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിക്കാതെ ടേക്ക് എ ബ്രേക്ക് കേന്ദ്രം തുറന്നു പ്രവർത്തിപ്പിക്കാനാവില്ലെന്ന് പള്ളിവാസൽ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിദ്ധാർത്ഥ് സി പറഞ്ഞു. ഇതിനായി പഞ്ചായത്തിന്റെ ഇടപെടൽ ഉണ്ടാകുമെന്നും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വ്യക്തമാക്കി. അപ്പോൾ ഇനിയുള്ള ഭരണസമിതി ഇത് നല്ലപോലെ എടുത്ത് ഇതിൻ്റെ റെനോവേഷൻ ചെയ്യവും ഇവിടെ ഈ പ്രോപ്പർട്ടി എടുത്ത ആൾക്കാർക്ക് പിന്നെയും ഇത് അവർക്ക് വിട്ടു നൽകുകയോ അല്ലെങ്കിൽ പുതിയതായിട്ട് നമുക്ക് ലേലം വിളിച്ച് പുതിയ ആൾക്ക് കൊടുക്കാനോ ഇവിടെ വരുന്ന ടൂറിസം
കാരണം ബാത്റൂമൊക്കെ ഉള്ളതുകൊണ്ട് കുറേയധികം ഇവിടെ ബാത്റൂം ഫെസിലിറ്റി ഇല്ല. ടൂറിസത്തിൽ കുറച്ചുകൂടി നല്ല രീതിയിൽ ചെയ്യാനും ഈ വരുന്ന നമ്മുടെ ഈ ഉണ്ടായിരുന്ന ഭരണസമിതി തീർച്ചയായിട്ടും അതിന് നടപടിയെടുക്കുന്ന. അടഞ്ഞുകിടക്കുന്ന ടേക്ക് എ ബ്രേക്ക് കെട്ടിടത്തിന്റെ പിൻഭാഗത്തെ വാതിലും മറ്റും നിലവിൽ സാമൂഹ്യവിരുദ്ധർ തകർത്ത നിലയിലാണ്. വ്യൂ പോയിന്റിലേക്കെത്തുന്ന സഞ്ചാരികൾക്ക് സഹായകരമാകുന്ന പദ്ധതി അടഞ്ഞുകിടന്ന് നശിച്ചുപോകാൻ ഇടവരുത്തരുതെന്നാണ് സമീപവാസികളുടെ ആവശ്യം. സിറ്റി വിഷൻ, മൂന്നാർ. നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സുരക്ഷാ മുൻകരുതലുകൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി കുമളിയിൽ പോലീസ് കേന്ദ്രസേന സംയുക്ത റൂട്ട് മാർച്ച് നടത്തപ്പെട്ടു. കുമളി നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലൂടെ കടന്നുപോയ മാർച്ച് തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനും ക്രമസമാധാനം ഉറപ്പാക്കുന്നതിനുമായാണ് സംഘടിപ്പിച്ചത്. പീരുമേട് ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് സാജു വർഗീസിന്റെ നിർദ്ദേശപ്രകാരം കുമളി പോലീസ് ഇൻസ്പെക്ടർ അഭിലാഷ് കുമാർ കെ, സബ് ഇൻസ്പെക്ടർമാരായ കണ്ണൻ, ജമാലുദ്ദീൻ കെ.യു, രാജേഷ് കുമാർ കെ, മനോജ് പി.വി, മുഹമ്മദ് അജ്മൽ എച്ച്, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർമാരായ ബിൻസി വി ജേക്കബ്, അൻവർ സലീം, വിമൽദേവ് എസ് എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി. കേരള പോലീസിനോടൊപ്പം സായുധരായ കേന്ദ്രസേനാംഗങ്ങളും മാർച്ചിൽ അണിനിരന്നു. തെരഞ്ഞെടുപ്പ് വേളയിൽ അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കുക, വോട്ടർമാരുടെ ഭീതി അകറ്റി ആത്മവിശ്വാസം പകരുക, ക്രമസമാധാനം ഉറപ്പാക്കുക എന്നിവയാണ് റൂട്ട് മാർച്ചിന്റെ പ്രധാന ലക്ഷ്യം. ഇടവേള. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 mA ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, രാജാക്കാട്. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. വീണ്ടും വാർത്തകളിലേക്ക്. വീടിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന കാർ അർദ്ധരാത്രിയിൽ കത്തി നശിച്ചു. വെള്ളിയാഴ്ച രാത്രി കടശിക്കടവ് പാമ്പുപാറയ്ക്കടുത്ത പുതുമനമേട്ടിലാണ് സംഭവം. കാറുടമ വണ്ടൻമേട് പോലീസിൽ പരാതി നൽകി. വൈകുന്നേരം 6 മണിയോടെയാണ് കാർ പാർക്ക് ചെയ്തത്. തുടർന്ന് രാത്രിയിൽ ശബ്ദം കേട്ട് പുറത്തിറങ്ങിയ വീട്ടുകാർ കാറിന്റെ മുൻഭാഗത്തു നിന്നും തീ ആളിപ്പടരുന്നതാണ് കണ്ടത്. സംഭവത്തിൽ വണ്ടൻമേട് പോലീസിന് പരാതി നൽകിയിരിക്കുകയാണ് കാറുടമ. KSRTC മൂന്നാർ ഡിപ്പോയുടെ വികസനത്തിന്റെ ഭാഗമായി നിർമ്മാണം പൂർത്തീകരിച്ച ഡോർമെറ്ററിയുടെയും തൊടുപുഴ അല്ലസർ കോളേജുമായി സഹകരിച്ച് നടപ്പിലാക്കുന്ന മൂന്നാർ KSRTC ട്രാൻസിറ്റ് സെന്ററിന്റെയും ഉദ്ഘാടനവും പുതിയ സംരംഭമായ ഫുട്ബോളിന്റെ നിർമ്മാണോദ്ഘാടനവും നടന്നു. ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു. അഡ്വക്കേറ്റ് A. രാജ MLA അധ്യക്ഷത വഹിച്ചു. മൂന്നാർ KSRTC ഡിപ്പോയിലെത്തുന്ന യാത്രക്കാർക്കും വിനോദസഞ്ചാരികൾക്കും പ്രയോജനപ്പെടുത്താവുന്ന രീതിയിലാണ് ഡിപ്പോയുടെ ഭാഗമായി ഡോർമെറ്ററിയും തൊടുപുഴ അൽ അസ്ഹർ കോളേജുമായി സഹകരിച്ച് ട്രാൻസിറ്റ് സെന്ററും സജ്ജമാക്കിയിട്ടുള്ളത്. ദിവസവും വിദേശ വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ എത്തുന്ന KSRTC മൂന്നാർ ഡിപ്പോയുടെ വികസനത്തിന്റെ ഭാഗമായിട്ടാണ് പദ്ധതികൾ യാഥാർത്ഥ്യമാക്കിയിട്ടുള്ളത്. ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു. അഡ്വക്കേറ്റ് A. രാജ MLA അധ്യക്ഷത വഹിച്ചു. അതനുസരിച്ചാണ് ഒരു ബസ് സ്റ്റാൻഡും അതോടൊപ്പം മറ്റ് സംവിധാനങ്ങളും ഈ ഡിപ്പോ നവീകരണത്തിൻ്റെ ഭാഗമായി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായും മൂന്നാറിൽ എത്തിച്ചേരുന്ന ആളുകൾക്ക് കുറഞ്ഞ ചെലവിൽ ഒരു താമസ സൗകര്യം ഒരുക്കുന്നതിന് നേരത്തെ നമ്മുടെ പഴയ ബസ്സുകളായിരുന്നു, KSRTC പഴയ ബസ്സുകളായിരുന്നു.
അപ്പോൾ അതിൽ നിന്നൊരു മാറ്റി സ്വന്തമായി ഒരു കെട്ടിടത്തിലേക്ക് അല്ലെങ്കിൽ ഒരു സ്ട്രക്ചറിലേക്ക് മാറ്റുന്നതിന് വേണ്ടി ഒരു തീരുമാനം നേരത്തെ എടുത്തു. മന്ത്രിയടക്കം നേരിട്ട് ഇവിടെ വന്ന് താല്പര്യം കാണിച്ച് ഇപ്പോൾ അതിൻ്റെ പണികൾ പൂർത്തീകരിച്ചിരിക്കുന്നു. നമ്മുടെ ഇവിടുത്തെ സ്റ്റാഫുകൾ തന്നെയാണ് അത് ചെയ്തു എന്ന് കേൾക്കുമ്പോൾ കുറച്ചും കൂടെ താല്പര്യത്തോടു കൂടിയാണ് അത് ചെയ്തിരിക്കുന്നത്. മൂന്നാർ KSRTC ഡിപ്പോ അങ്കണത്തിലായിരുന്നു പരിപാടി നടന്നത്. KSRTC ഉദ്യോഗസ്ഥരും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും പൊതുജനങ്ങളും ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുത്തു. നിലവിൽ പഴയ KSRTC ബസ്സുകളിൽ ഡിപ്പോയിൽ സഞ്ചാരികൾക്ക് കുറഞ്ഞ നിരക്കിൽ താമസ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. പുതിയ ഡോർമിറ്ററി സൗകര്യം പൂർണ്ണതോതിൽ പ്രവർത്തന സജ്ജമാകുന്നതോടെ കൂടുതൽ സൗകര്യപ്രദമായ ഈ താമസസ്ഥലം സഞ്ചാരികൾക്ക് പ്രയോജനപ്പെടുത്താം. സിറ്റി വിഷൻ, മൂന്നാർ. ഗ്രാമീണ മേഖലയിലുള്ള റോഡുകൾ ഗതാഗതയോഗ്യമാക്കിയെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. കടമാക്കുഴി കോക്കാട്ടുമല ലഘുപാറ റോഡിന്റെ പൂർത്തീകരിച്ച ഭാഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. നല്ല റോഡുകൾ നാടിന്റെ സൗന്ദര്യമാണ്. മലയോര ഹൈവേയുടെ പുളിയൻമല വരെയുള്ള ഭാഗം പണിയുന്നതിനായി 44 കോടി രൂപ അനുവദിച്ചു. ഈ ബജറ്റിൽ പ്രഖ്യാപിച്ച കട്ടപ്പന-കമ്പം തുരങ്കപാത നാടിന്റെ വികസനത്തിൽ ശ്രദ്ധേയമായ നേട്ടമാകും. കട്ടപ്പന മേഖലയിലെ പ്രധാനപ്പെട്ട വിഷയമായിരുന്ന ഷോപ്പ് സൈറ്റുകൾക്ക് പട്ടയം നൽകാനും നിർമ്മാണ നിരോധനം മാറ്റാനും തീരുമാനിച്ചു. കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി കിട്ടിയ ഭൂമിയിൽ ലാൻഡ് രജിസ്ട്രിയിൽ എന്തുതന്നെ രേഖപ്പെടുത്തിയാലും അത് കണക്കിലെടുക്കാതെ പട്ടയം കൊടുക്കാനുള്ള നിർദ്ദേശവും നൽകാൻ കഴിഞ്ഞുവെന്നും മന്ത്രി പറഞ്ഞു. നമ്മുടെ നാട്ടിലെ രണ്ട് പ്രധാനപ്പെട്ട വിഷയം, ഒന്ന് കട്ടപ്പന മേഖലയിലുള്ള ഷോപ്പ് സൈറ്റുകളുടെ പട്ടയം സംബന്ധിച്ച് ആ ഷോപ്പ് സൈറ്റുകൾക്ക് പട്ടയം കൊടുക്കുന്നതിനുള്ള തടസ്സങ്ങൾ മുനിസിപ്പാലിറ്റി പരിധിയിലുള്ളതും റീസർവേ രേഖകൾ തയ്യാറാക്കിയപ്പോൾ മൈനർ സർക്യൂട്ടായി സർവേ ചെയ്ത് ടൗൺഷിപ്പ് എന്ന് രേഖപ്പെടുത്തിയതുമായ പ്രദേശത്ത് പട്ടയം കൊടുക്കുന്നതിന് അനുമതി നൽകിക്കൊണ്ടുള്ള ഉത്തരവ് ഇന്നലെ നമുക്ക് ഇറക്കാനായിട്ട് കഴിഞ്ഞു. അത് ഏറെക്കാലമായ കട്ടപ്പനയുടെ ഒരു പ്രശ്നം പരിഹരിക്കലാണ് നടത്താൻ സാധിച്ചിട്ടുള്ളത്. CM LRRP പദ്ധതിയിൽ ഉൾപ്പെടുത്തി 30 ലക്ഷം രൂപ മുടക്കി നിർമ്മാണം നടത്തിയ റോഡാണ് കടമാക്കുഴി കോക്കാട്ടുമല ലഘുപാറ റോഡ്. റോഡിന്റെ ബാക്കി ഭാഗം പൂർത്തീകരിക്കാൻ 20 ലക്ഷം രൂപയും അനുവദിച്ചിട്ടുണ്ട്. കട്ടപ്പന നഗരസഭാ കൗൺസിലർമാരായ രജി ബിജു, CR മുരളി, ഷാജി കൂത്തോടി, VR സജി, വിവിധ രാഷ്ട്രീയ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, കട്ടപ്പന. INDUC വാത്തിക്കുടി മണ്ഡലം കൺവെൻഷൻ മുരിക്കാശ്ശേരിയിൽ നടന്നു. ടൗണിൽ പതാക ഉയർത്തിയ ശേഷം നടന്ന കൺവെൻഷൻ ജില്ലാ സെക്രട്ടറി തങ്കച്ചൻ കാരക്കാവയലിൽ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അനുകൂല തൊഴിൽ സംഘടനയായ INTUC വാത്തിക്കുടി മണ്ഡലം കൺവെൻഷൻ മുരിക്കാശ്ശേരിയിൽ നടന്നു. മുരിക്കാശ്ശേരി INTUC ഹാളിൽ നടന്ന കൺവെൻഷൻ ഇടുക്കി ജില്ലാ സെക്രട്ടറി തങ്കച്ചൻ കാരക്കാവയലിൽ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ക്യാമ്പുണ്ടായിരുന്നു. തോമസ് കലാർ എന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടി സാറിന്റെ മനസ്സാക്ഷി കൊടുക്കുവാനും അതോടൊപ്പം തന്നെ കോട്ടയത്ത് INTUCയുടെ ബിൽഡിംഗ് സ്വന്തമായിട്ട് പുള്ളി ഉണ്ടാക്കിയായിരുന്നു. 100% സത്യമുണ്ട്. ഒരു 3 അല്ല 4 മാസത്തിനുള്ളിൽ ദൈവം അനുഗ്രഹിച്ചാൽ നമ്മുടെ ലോട്ടറി ക്ഷേമനിധി ബോർഡിന്റെ ചെയർമാനായിട്ട് തോമസ് കല്ലാറാണ് വരാൻ സാധ്യത. കാരണം ലോട്ടറി അസോസിയേഷന്റെ അല്ലെങ്കിൽ ഈ മണ്ഡലം പ്രസിഡന്റ് ബുഷ്മോൻ കണ്ണഞ്ചിറ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം സെക്രട്ടറി തോമസ് അരയത്തിനാൽ, പഞ്ചായത്ത് അംഗം ഡോളി തോമസ്, മറ്റു ഭാരവാഹികളായ അനസ് ഇബ്രാഹിം, പ്രിൻസ് തെക്കനാൽ, റോയ് KM, ജിൻസ്, റോയ് പുളിക്കൽ, സെബിൻ മാത്യു, ബിജു കണിയാമ്പുരത്ത്, ജോമോൻ തോമസ്, റിജോ തോമസ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. സിറ്റി വിഷൻ, ഇടുക്കി. സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി, സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 9.6 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. എവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണം ഗ്രാമിന് 14,635 രൂപ, പവന് 1,17,080 രൂപ, വെള്ളി ഗ്രാമിന് 280 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
സംസ്ഥാനം തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക്. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. ഏപ്രിൽ 9 വോട്ടെടുപ്പും മെയ് 4 വോട്ടെണ്ണലും നടക്കും. ഇടുക്കിയിൽ നടക്കുന്നത് അപ്രഖ്യാപിത കുടിയിറക്ക എന്ന ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്. LDF സർക്കാരിന്റെ നയം മൂലം യുവാക്കൾ നാടുവിടുന്നു. അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ശനിയാഴ്ച പോസ്റ്റ്മോർട്ടവുമായി ബന്ധപ്പെട്ടുണ്ടായ വിഷയത്തിൽ പ്രതികരണവുമായി അഡ്വക്കേറ്റ് A. രാജ MLA. മൂന്നാർ പോതമേട് വ്യൂ പോയിന്റിൽ സഞ്ചാരികൾക്ക് അടിസ്ഥാന സൗകര്യം ഒരുക്കുകയെന്ന ലക്ഷ്യത്തോടെ പള്ളിവാസൽ പഞ്ചായത്ത് നിർമ്മിച്ച ടേക്ക് എ ബ്രേക്ക് പദ്ധതി പ്രവർത്തനരഹിതം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.